വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസിനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ഡ്രൈവ്. ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് MT15 BS6 വേരിയൻറ്റുമായിട്ടുമാണ്. സോ ഒരുപാട് റിവ്യൂസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ കൂടി നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് എന്തായാലും നോക്കി നോക്കാം. സോ BS4 നിന്നും BS6 കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് യമഹ ഈ MT15 കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ നമുക്ക് എന്തായാലും ഒന്ന് റിവ്യൂയിലേക്ക് പോവാം. സോ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ എടുത്ത് പറഞ്ഞത് വെഹിക്കിളിൻ്റെ കളർ തന്നെയാണ്. അതാണ് മെയിൻ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഒരു ഐസ് ഫ്ലൂ വെർമിലിൻ എന്ന കളറാണ് MT15 BS6 വരുമ്പോൾ യമഹ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് തന്നെ. നല്ല അട്രാക്റ്റീവ് രീതിയിലുള്ള കളർ തന്നെയാണ്. ഒരു MT15 നമുക്കൊരു ഹൈപ്പർ നേക്കഡ് ബൈക്ക് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അതിൻ്റെ സ്റ്റൈലിഷ് രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. ഭയങ്കര ഐ ക്യാച്ചിങ് ഒരു ഡിസൈൻ തന്നെയാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെ ആദ്യമായിട്ട് നോക്കാം. സോ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു റോബോട്ടിക് ഒരു മാസ്ക് പോലെ തോന്നിയ രീതിയിലുള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വിത്ത് LED DRLs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടൊരു ഐ പോലെ തോന്നിപ്പിക്കാം. കാരണം അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നേക്കഡ് ഒരു മാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പും കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ആലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നോർമൽ ബൾബ്സ് തന്നെയാണ്. സോ അത് വെച്ചൊരു LED ഒക്കെ ആക്കായിരുന്നു BS6 വരുമ്പോൾ തന്നെ. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ തന്നെ ഈ മാസ്കൊക്കെ നല്ല സ്റ്റൈലിഷ് രീതിയിൽ തന്നെ മാസ്ക് തന്നെയാണ് മാറ്റ് ഫിനിഷും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടെലസ്കോപ്പിക് 4 സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യമഹ എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. 282 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അലോയ് വീൽസൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഓറഞ്ച് കളർ തന്നെയാണ്. ഭയങ്കര ഈ കളറിന് കറക്റ്റായിട്ട് ബോഡി കളറിന് കറക്റ്റായി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അട്രാക്ട് ചെയ്യുന്ന അലോയ് വീൽസ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 100/80 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓവറോൾ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ഡിസൈനിലൊന്നും വലിയ അപ്ഡേഷൻസ് ഒന്നും മേജറായിട്ട് യമഹ വരുത്തിയിട്ടില്ല. അടുത്ത നമുക്ക് ഈ വെഹിക്കിളിൻ്റെ എഞ്ചിൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു 155cc FI എഞ്ചിനാണ് വന്നിട്ടുള്ളത്. എഞ്ചിന് നേരെ അടിയിൽ എഞ്ചിൻ കാർഡൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള എഞ്ചിൻ കാർഡ് തന്നെയാണ്. എല്ലാ സൈഡ്സും കറക്റ്റായി കവർ ചെയ്ത രീതിയിലുള്ള ഒരു എഞ്ചിൻ കാർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെഗ്മെൻറ്റിലായിട്ട് നല്ല എഞ്ചിൻ കാർഡൊക്കെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കൂടാതെ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വരുന്നത് 18.5 PS at 10,000 RPM ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ ഔട്ട്പുട്ട് തരുന്ന വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ന്യൂ MT15. പിന്നെ വെഹിക്കിൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഒരു 138 കിലോഗ്രാമിന് വെഹിക്കിളിൻ്റെ ഭാരം വരുന്നുള്ളൂ. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഒരു VVA സിസ്റ്റം ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ സിസ്റ്റം അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് MT15 BS4 വന്നിരിക്കുന്ന ആ സിസ്റ്റം തന്നെയാണ്. അതായത് തന്നെ ലോ RPMലും നല്ല ടോർക്ക് തരുന്ന വെഹിക്കിൾ തന്നെയാണ്. ആ ടെക്നോളജിയാണ് VVA ടെക്നോളജി. അതായത് 2 ഇൻടേക്ക് വാൾവ് ക്യാംസ് ഈ വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. ഒന്ന് വരുന്നത് ലോ ടു മിഡ് റേഞ്ചിലും ഒന്ന് ഹയർ RPMലാണ്. ഇത് രണ്ടും സ്വിച്ച് ചെയ്യുന്നത് ഒരു 7400 RPM കഴിഞ്ഞ ശേഷമാണ് സ്വിച്ച് ചെയ്യുന്നത്. അതായത് അത് എന്തിനാണ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു പവറും ടോർക്കുമായി എൻ്റെ റെഫറേഞ്ചിൽ തന്നെ നല്ലൊരു പവറും ടോർക്കും എൻഷുർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ സിസ്റ്റത്തിന് മെയിൻ ഒരു യൂസ് പറയുന്നത് അത് തന്നെയാണ്. സോ പിന്നെ കൂടാതെ തന്നെ ഈ വെഹിക്കിളിൻ്റെ ഫ്രെയിമൊക്കെ വരുന്നത് ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. സോ സൈഡ് ഡിസൈനൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ചെറിയ ചെറിയൊരു ഡിസൈൻ തന്നെയാണ്. ടാങ്കൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ചെറിയ ടാങ്ക് തന്നെയാണ്. ഓവറോൾ വെഹിക്കിൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 130 കിലോഗ്രാമാണ് വെഹിക്കിളിൻ്റെ ലൈറ്റ് വെയിറ്റ് വരുന്നുള്ളൂ. നേരെ ലോവൽ തന്നെ ഒരു സ്കൂപ്പ് പോലെ തോന്നിയ രീതിയിലുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അവിടെ MT15 നെയിമിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ ചെറിയൊരു സ്കൂപ്പ് പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു FI എഞ്ചിൻ തന്നെയാണ്. സോ നേരെ അടിയിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫ്രെയിമും ഒരു പീസും കൊടുത്തിട്ടുണ്ട്. അവിടെ MT എന്ന് കൊടുത്തിട്ടുണ്ട്, ABS എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം, നോർമലി നമ്മളെല്ലാ വെഹിക്കിൾസിലും ഹോണൊക്കെ കാണുന്നത് വെഹിക്കിളിൻ്റെ ഒന്നെങ്കിൽ എഞ്ചിൻ്റെ ഈ പോർഷനാണ്. എന്നാൽ ഇത് കറക്റ്റ് ടാങ്കിന് ഉള്ളിൽ തന്നെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെഹിക്കിൾ ഇത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഹോൺ കണ്ടിട്ടുള്ളത് ഈ സെഗ്മെൻറ്റിൽ തന്നെ. പൊതുവെ എല്ലാ വെഹിക്കിൾസിലും ഒരു ഡ്യുവൽ ഹോണൊക്കെ ആയാലും സിംഗിൾ ഹോൺ ആയാലും ഒക്കെ നേരെ ലോവറിലാണ് കൊടുക്കാറില്ല. എന്നാൽ ഇത് കറക്റ്റ് ഒരു ടാങ്കിനുള്ളിൽ തന്നെ ഭയങ്കര ബോറാവാത്ത രീതിയിൽ തോന്നിയ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു.
സോ അടുത്ത് നമുക്ക് വെഹിക്കിൾ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ സിംഗിൾ സീറ്റ്സാണ്. എന്നാൽ കൂടി ഭയങ്കര ഓവർ ലെങ്ത്ത് പറയാൻ പറ്റില്ല. ഒരു പില്ലിയൻ റൈഡർക്ക് ചിലപ്പോൾ ചെറിയ ഡിസ്കംഫർട്ട് തോന്നാം. എന്നാൽ മെയിൻ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം വലിയ രീതിയിലുള്ള സീറ്റ്സ് തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുഷനൊക്കെയാണ്. ഭയങ്കര ഹാർഡല്ല എന്നാൽ ഭയങ്കര സോഫ്റ്റും അല്ല. അങ്ങനെ ഒരു മിഡ് ഒരു വാൻസ് പറയാം. പിന്നെ ചെറിയൊരു ടാങ്ക് പാഡ് പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡുവൽ കോമ്പിനേഷൻ കളർ തന്നെയാണ് ടാങ്ക്സിലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബാക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായ രീതിയിലുള്ള ഭയങ്കര എന്താ പറയുക ഭയങ്കര ലെങ്ത്ത് കൂടിയ ഡിസൈനല്ല. ഒരു ഏകദേശം ഇവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി അതൊരു മഡ് ഗാർഡാണ് വന്നിട്ടുള്ളത്. സോ എക്സോസ്റ്റ് നോക്കുമ്പോൾ തന്നെ വലിയ അപ്ഡേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് ബാറൊക്കെ എടുത്ത് പറഞ്ഞ ഗ്രാബ് ബാർ തന്നെ. നോർമലി നമ്മൾ എക്സ്ട്രാ 2 പീസാണ് കാണാറുള്ളത്. എന്നാൽ ഇതൊരു സ്ട്രെയിറ്റുള്ളൊരു പീസ് വെച്ചിട്ടാണ് ഗ്രാബ് ബാർ. കുറച്ച് ഭയങ്കര പ്രൊട്ടക്ഷൻ കൂടി ഗ്രാബ് ബാർ തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് റിയൽ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം റിയറിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു 220mm ഡിസ്ക് ബ്രേക്കാണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. ടയർ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ 140/70 17-inch ട്യൂബ്ലെസ് ടയർസാണ് വന്നിട്ടുള്ളത്. ഒരു ഡുവൽ സ്പ്ലിറ്റ് മഡ് ഗാർഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ നമുക്ക് വെഹിക്കിളിൻ്റെ ബാക്ക് സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു LED ടെയിൽ ലാംപ്സ് തന്നെയാണ്. ഭയങ്കര ലെങ്ത്തായി കൂടിയ ഒരു മഡ് ഗാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നല്ല ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും റിഫ്ലക്റ്റേഴ്സും സെൻറ്ററിലും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. അടുത്ത് നമുക്ക് ഈ വെഹിക്കിളിലെ റിയർ സസ്പെൻഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ലിങ്ക്ഡ് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. നല്ല കംഫോർട്ടോട് കൂടിയ സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെഹിക്കിൾ വരുന്നത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. കൂടാതെ വെഹിക്കിൾ തരുന്ന മാക്സിമം ടോർക്ക് വരുന്നത് 13.9 Nm at 8500 RPM ആണ്. പിന്നെ അടുത്ത് ഒരു എടുത്ത് പറഞ്ഞ ഫീച്ചർ വെഹിക്കിൾ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. അതായത് ക്ലച്ചിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും പിന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലായി സ്മൂത്തായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്ലിപ്പർ ക്ലച്ച് വെഹിക്കിളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വെഹിക്കിളിൽ ഓവറിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ വെഹിക്കിളിൻ്റെ സീറ്റായിട്ടൊക്കെ വരുന്നത് 810 mm സീറ്റായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്വിച്ചൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പാസ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഡിമ്മും ബ്രൈറ്റും ഹോണ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ എൻജിൻ കിൽ സ്വിച്ച് പിന്നെ കിക്ക് സ്റ്റാർട്ട് വെഹിക്കിളിൽ വന്നിട്ടില്ല. പിന്നെ സെൽഫ് പിന്നെ ഈ വെഹിക്കിളിൽ കീ സ്വിച്ചൊക്കെ വരുന്നത് നോർമലി നമ്മളെ വെഹിക്കിളിൽ ഇവിടെ കാണാറുള്ളത്. എന്നാൽ ഇത് ടാങ്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ ഹാൻഡിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മിറേഴ്സൊക്കെ സെയിം ടൈപ്പ് ഓഫ് മിറേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 ലിറ്റേഴ്സാണ്. അടുത്ത് പറഞ്ഞൊരു മാറ്റം വന്നിട്ടുള്ളത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് സ്റ്റാൻഡ് എൻഗേജ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുമോ. അതൊരു എടുത്ത് പറഞ്ഞ നല്ലൊരു സേഫ്റ്റി നോക്കുമ്പോൾ തന്നെ നല്ല എടുത്ത് പറഞ്ഞൊരു ഫീച്ചർ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ വെഹിക്കിൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കി നോക്കാം. ഇതിൻ്റെ ഇഗ്നീഷനൊക്കെ വരുന്ന ടാങ്കിൽ തന്നെയാണ്. ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ ഹായ് ബഡി എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് ആക്കുമ്പോഴൊക്കെ CU അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ യമഹ നെയിമിങ് വന്നിട്ടുണ്ട്. ഇവിടെ സെലക്റ്റും റീസെറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗിയർ ഇൻഡിക്കേഷൻ ന്യൂട്രൽ പിന്നെ ABS എല്ലാ ഇൻഡിക്കേഷൻസും വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ സിസ്റ്റം ആ ടെക്നോളജിയൊക്കെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കും. ഇത് കുറച്ച് നമ്മളെ സൺലൈറ്റ് അടിച്ച ഗ്ലെയർ കാരണം കറക്റ്റ് കാണാത്തതാണ്. പിന്നെ സ്പീഡ് ഇൻഡിക്കേഷൻ ആവറേജ് ട്രിപ്പ് ടാക്കോമീറ്റർ ഓഡോമീറ്റർ എല്ലാം ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. സോ നമുക്ക് എന്തായാലും വെഹിക്കിൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. സൗണ്ടൊക്കെ ഭയങ്കര സ്മൂത്തായ രീതിയിലുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ ആക്സലേഷൻ ആയാലും ഭയങ്കര സ്മൂത്തായ രീതിയിലുള്ള ആക്സലേഷനാണ്. ഒരു ഡുവൽ ആക്സിലേറ്റർ കേബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ആക്സലേഷൻ തന്നെയാണ്. നല്ല RPM ഉള്ള വണ്ടി തന്നെയാണ്. പറഞ്ഞു ഒരു സ്ലിപ്പർ ക്ലച്ചാണ് വന്നിട്ടുള്ളത് വണ്ടിയിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ഗിയറൊക്കെ മാറ്റുന്ന സമയത്ത് ഭയങ്കര സ്മൂത്തായ രീതിയിലുള്ള ട്രാൻസ്മിഷൻ തന്നെയാണ്. പിന്നെ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ലാഗ് തോന്നുന്നില്ല. പിന്നെ ഗിയർസിലേക്ക് വന്ന സമയത്ത് തന്നെ ശരിക്കും നോർമലി ഒരു പവർ ഡ്രോപ്പ് വരും. എഫിഷ്യൻസി കൂട്ടാനും വേണ്ടി തന്നെ ഒരു പവർ ഡ്രോപ്പ് എന്തായാലും നമുക്ക് എന്തായാലും നോർമലി വരും.
സീസൺ പിക്കപ്പ് തന്നെയാണ് MT-15 നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ നമുക്ക് ഫ്രണ്ടിലൊന്നും ഇല്ലാത്തവരും അങ്ങനത്തെ ഒരു ഫീലൊക്കെ കിട്ടും. ബിക്കോസ് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് അങ്ങനെ ഒരു മാസ്കയിൽ ഭയങ്കര ഫ്ലാറ്റ് രീതിയിലുള്ള മാസ്ക് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഒരു ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാവരും ഇരുന്നാൽ തന്നെ വെച്ചിട്ട് അറിയിക്കാൻ പറ്റില്ല എൻ്റെ ഫീല്. ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞു VBA ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്താ പറയുക, ഭയങ്കര ഒരു ലോ RPM-ലും നല്ല രീതിയിലുള്ള ടോർക്ക് തരുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെഹിക്കിൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിലൊന്നും വലിയ മൈലേജ് കിട്ടുന്ന നല്ല രീതിയിലുള്ള മൈലേജ് തന്നെയാണ് ഈ വെഹിക്കിൾ തരുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളെ MT-15 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.